അല്ല, എൻ്റെ ചോദ്യം ഇതിനകത്ത് ഈ സ്പെസിഫിക്കായി സംസാരിക്കുക. ഇപ്പോൾ CAA ആണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്, പൗരത്വ നിയമ ഭേദഗതി. അതിനകത്ത് കോൺഗ്രസ് ദേശീയാടിസ്ഥാനത്തിൽ വളരെ കൃത്യതയുള്ള മൂർച്ചയുള്ള ഒരു നയം പറയുന്നില്ല എന്ന വിമർശനം കോൺഗ്രസിനെതിരെ ഉണ്ടല്ലോ. ഞങ്ങൾ വന്നാൽ CAA നടപ്പാക്കില്ല, ഞങ്ങൾ വന്നാൽ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ആശയത്തെ ഞങ്ങൾ തടഞ്ഞു വയ്ക്കും എന്ന് കോൺഗ്രസിന് വൃത്തിക്ക് പറയാൻ പറ്റുന്നുണ്ടോ ശ്രീ നിജേഷ് അരവിന്ദ്? നിഷാദ്, കോൺഗ്രസിന്റെ നയം, നിഷാദ് വളരെ കൃത്യമായി കേൾക്കുക. കോൺഗ്രസിന്റെ നയം തീരുമാനിക്കുന്നത് ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ ആരെങ്കിലും ഒരുമിച്ചിരുന്നിട്ടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപിച്ചത്. മാധ്യമ വിഭാഗത്തിന്റെ ജയറാം രമേശാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട നയം പ്രഖ്യാപിച്ചത്. ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച സമയത്ത് രാഹുൽ ഗാന്ധിയാണ് ഈ കാര്യത്തിൽ നയം പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ സമരത്തിലുണ്ടായിരുന്നു. പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ സ്ഥാനത്ത് അഗ്രസീവായി നിൽക്കുന്ന അസം മുഖ്യമന്ത്രിക്കെതിരെയാണ് കോൺഗ്രസ് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ നയത്തിൽ യാതൊരു പ്രശ്നവുമില്ല. കോൺഗ്രസിന്റെ നയം വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിനാരും ദയവ് ചെയ്ത് ഇല്ലാത്തൊരു ആഖ്യാനത്തിനെ ഉണ്ടാക്കി കൊണ്ടുവരരുത്. പൗരത്വ നിയമത്തിനകത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ, മുസ്ലിം മതത്തിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പൗരത്വ നിയമം കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിന്റെ 47 മുതൽ ഇങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഡയലൂഷൻ കോൺഗ്രസ് നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ നയത്തിൽ ആർക്കും സംശയം വേണ്ട, അത് കൃത്യമാണ്. അല്ല, ഈ കാര്യത്തിൽ എന്താണ് നയം? എന്താണ്? നിങ്ങൾ വന്നാൽ CAA ഉണ്ടാവില്ല, പൗരത്വ നിയമം, ഈ പൗരത്വ നിയമം ഞങ്ങൾ വന്നാൽ ഉണ്ടാവില്ല, അത് അറബിക്കടലിലായിരിക്കും. ഈ നിയമം ഉണ്ടാവില്ല. ഒരു മതത്തിനെ മാത്രം മാറ്റി നിർത്തുന്ന പൗരത്വ നിയമം ഉണ്ടാവില്ല. മതാടിസ്ഥാനത്തിൽ വിഭജനമുള്ള പൗരത്വ നിയമം ഉണ്ടാവില്ല എന്നതാണ് കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള നിലപാട്. പക്ഷേ നോക്കൂ, മല്ലികാർജ്ജുൻ ഖാർഗെയോട് CAAയുടെ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്ത ദിവസം ചോദിക്കുമ്പോൾ അദ്ദേഹം ആലോചിച്ച് പറയാം, നിങ്ങളെടുത്ത് കളയുമോ എന്നുള്ള ചോദ്യത്തിന് നോക്കട്ടെ പിന്നെ പറയാമെന്ന് വെച്ചാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകാനുണ്ടായത്. അപ്പൊ ആ നിലയ്ക്ക് അത് പറയാനുള്ള ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കണം തന്നെയല്ലേ ജയറാം രമേശ് പറഞ്ഞത്? ആ ദിവസം തന്നെയാണ് പറഞ്ഞത്. ഇല്ല, 100% ഇല്ല, അതിലൊരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് 3 ദിവസം മുമ്പല്ലേ ബോംബെയിലെ ശിവാജി പാർക്കിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾ, 10,000 ലക്ഷങ്ങൾ അവിടെ വെച്ച് ഇന്ത്യയുടെ നയം പ്രഖ്യാപിച്ചത്. ആ ഇന്ത്യയുടെ നയത്തിൽ ആർക്കെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടായോ? ബാൽ താക്കറെയുടെ ദസറ റാലിക്ക് ശേഷം ഇതുപോലെ ശിവജി പാർക്കിൽ ആളുകൾ കയറിയിട്ടില്ല എന്ന് മഹാരാഷ്ട്രയിലെ BJP പത്രങ്ങൾ പോലും സാക്ഷ്യപ്പെടുത്തിയ ആ വേദിയിൽ വെച്ചാണ് ഇന്ത്യ മുന്നണിയുടെ നയം. ഒരു ചെറുപ്പക്കാരനായ തേജസ്വി യാദവ് പ്രസംഗിക്കുന്ന സമയത്ത് 90 വയസ്സുള്ള ഫറൂഖ് അബ്ദുള്ള കൈയടിക്കുന്ന ഒരു ഇഴയടുപ്പമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പ്രകടന പത്രികക്കകത്ത് ഇന്ത്യ മുന്നണി എന്ന ആശയമുണ്ട് എന്നാണ് നിജേഷ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം.